ജനസംസ്കൃതിയുടെ സപ്തരശ്മി നാടക മത്സരത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ള ധനശേഖരണത്തിന് വേണ്ടിയിട്ട് കൂടിയാണ് ഇത്തവണ നമ്മൾ തലശ്ശേരി ബിരിയാണി, അതിൻ്റെ ഒരു പ്രാധാന്യം ഇത്തവണ നമ്മൾ തലശ്ശേരി ബിരിയാണി ദില്ലിക്കാർക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ തലശ്ശേരി ബിരിയാണിയുടെ പ്രത്യേകത നമ്മൾ തലശ്ശേരിയിൽ നിന്ന് നേരിട്ട് ആളുകളെ ഇവിടെ എത്തിച്ചുകൊണ്ട് അവരാണ് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. ബാക്കി ജനസംസ്കൃതിയുടെ വലിയൊരു കൂട്ടായ്മയാണ് ഈ 2-3 ദിവസങ്ങളിലായിട്ട് ഇവിടെ കാണുന്നത്. വിവിധ ബ്രാഞ്ചുകൾ 22 ബ്രാഞ്ചുകളിലായിട്ട് 4000-ഓളം ബിരിയാണികളാണ് ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ വിതരണം ചെയ്യപ്പെടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഈ ഒരു കൂട്ടായ്മ പറയുന്നത് ഇവിടെ കാണാൻ കഴിയും. ഇവിടെ ഈ കാണുന്ന ഇത് പാക്ക് ചെയ്യുന്നതും ഇതിൻ്റെ പ്രിപ്പറേഷൻ്റെ ഒക്കെ കൂടെ നിന്ന് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും പ്രവർത്തിക്കുന്നതും ഒക്കെ നിസ്വാർത്ഥമായിട്ടുള്ള ജനസംസ്കൃതിയുടെ പ്രവർത്തകരാണ്. ആ പ്രവർത്തകർ തന്നെയാണ് ജനസംസ്കൃതിയുടെ ഊർജ്ജം. ആ ഒരു ഊർജ്ജത്തിൻ്റെ ബലത്തിൽ തന്നെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള വലിയൊരു ചലഞ്ച് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനിച്ചിട്ടുള്ളത്. 4000-ഓളം ബിരിയാണി, അത് വെജ് ബിരിയാണി വേണ്ടവർക്ക് വെജ് ബിരിയാണി ഉണ്ട്, നോൺ വെജ് വേണ്ടവർക്ക് നോൺ വെജ് ബിരിയാണി ഉണ്ട്. ആ രീതിയിൽ വളരെ രുചികരമായിട്ടുള്ള ബിരിയാണി ഇത്തവണ ദില്ലി നിവാസികൾക്ക് വിതരണം ചെയ്യുകയാണ് ജനസംസ്കൃതി ഇത്തവണ ചെയ്യുന്നത്. അപ്പോൾ സപ്തരശ്മിയുടെ നാടക മത്സരം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ 27-ാം തീയതി, ജൂലൈ 27-ാം തീയതി മുതിർന്നവരുടെ വിഭാഗത്തിലുള്ള നാടക മത്സരം കഴിഞ്ഞു. ഈ 31-ാം തീയതി, ഓഗസ്റ്റ് 31-ാം തീയതി കുട്ടികളുടെ വിഭാഗത്തിൽ 10 നാടകങ്ങൾ അരങ്ങേറും. അങ്ങനെ 2 ദിവസങ്ങളിലായിട്ട് ഒരു മാസത്തിൻ്റെ ഇടവേളയിൽ നമ്മൾ 2 നാടക മത്സരങ്ങൾ സപ്തരശ്മിയുടെ അനുസ്മരണയിൽ നമ്മൾ 34-ാമത്തെ വർഷമാണ് ഇത് നടത്തുന്നത്. ആ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അതിനു വേണ്ടിയിട്ടുള്ള ധനശേഖരണം, ധനം കണ്ടെത്തുക എന്നുള്ള ഒരു ഭാഗം കൂടിയാണ്. അതോടൊപ്പം തന്നെ ഒരു കൂട്ടായ്മ, ജനസംസ്കൃതിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു കൂട്ടായ്മ കൂടിയാണ്, നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗം കൂടിയാണ്. അതുതന്നെയാണ് നമ്മൾ ഇനി വരാൻ പോകുന്ന സർഗോത്സവം പോലെയുള്ള പരിപാടികളിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. ഇത് തന്നെയാണ് നമ്മുടെ കമ്മ്യൂണിറ്റി കിച്ചൺ, അതിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ നമ്മുടെ ഒരു കൂട്ടായ്മയുടെ, വലിയൊരു കൂട്ടായ്മയുടെ ഭാഗമാണ്.